നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗശേഷികൾ കണ്ടെത്തുവാനും അവയെ പരിപോഷിപ്പിക്കുവാനും ഏറെ പങ്കുവഹിക്കുന്ന ഒന്നാണ് കലോത്സവങ്ങളെന്ന് പി ചിത്തരഞ്ജൻ MLA. ജില്ലയിലെ മുതിർന്ന പൗരന്മാർക്കായി സുരക്ഷിത ബാങ്കിംഗ് ശീലങ്ങളെ സംബന്ധിച്ച് ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ M. അരുൺ. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കപ്പക്കട പത്തിൽപ്പാലം മുതൽ ആറ്റുതീരം വരെയുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ആലപ്പുഴ ബൈപ്പാസിന്റെ ഭാഗമായുള്ള എലിവേറ്റഡ് ഹൈവേയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന ഉഗ്രശബ്ദം നാട്ടുകാരിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നു. എലിവേറ്റഡ് ഹൈവേയുടെ 63-ാം നമ്പർ തൂണിന് മുകളിലായാണ് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ശബ്ദം കേൾക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ബൈപ്പാസിന്റെ ഭാഗമായുള്ള എലിവേറ്റഡ് ഹൈവേയിലെ 63-ാം നമ്പർ തൂണിന്റെ മുകളിൽ ഗർഡറുകൾ ചേരുന്ന ഭാഗത്താണ് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കുന്ന ഉഗ്രശബ്ദം കേൾക്കുന്നത്. ESA ജംഗ്ഷന് കിഴക്ക് മാറി 63-ാം നമ്പർ തൂണിന്റെ മുകളിൽ കിഴക്ക് ഭാഗത്തുകൂടി വാഹനങ്ങൾ കടന്നുപോകുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് നഗരത്തിലേക്ക് കടക്കാതെ ബൈപ്പാസിലെ എലിവേറ്റഡ് ഹൈവേയെ ആശ്രയിച്ച് സഞ്ചരിക്കുന്നത്. എന്നാൽ വടക്ക് നിന്നും തെക്കോട്ടുള്ള ഭാഗത്തേക്ക് വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് ഈ ശബ്ദം ഉണ്ടാകുന്നതെന്നും രാത്രിയായാൽ പ്രദേശവാസികൾ ഞെട്ടിയെണീക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളതെന്നും പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ 2 മാസമായി ചെറിയ രീതിയിൽ ആദ്യം സൗണ്ട് കേട്ടു തുടങ്ങി. ഇപ്പോൾ ഒരു ഭയങ്കര സൗണ്ടായിട്ടാണ് കേൾക്കുന്നത്. എപ്പോഴും എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന രീതിയിൽ ആണ് കേൾക്കുന്നത്. രാത്രി ഉറങ്ങാനും മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാനോ ഭയങ്കര ഭീകരമായ സൗണ്ടാണ്. ഞെട്ടി എഴുന്നേക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് അധികൃതരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞായിരുന്നു. നിലവിൽ കുട്ടികളും മുതിർന്നവരുമടക്കം ശബ്ദം കേട്ട് ഭയന്നു വിറച്ചാണ് ഇതിന്റെ പരിസരങ്ങളിൽ കഴിയുന്നത്. മാത്രമല്ല, നിരവധി പേർ കാൽനടയായും അല്ലാതെയും സഞ്ചരിക്കുന്ന ബൈപ്പാസിന്റെ താഴെയുള്ള റോഡിലൂടെ പോലും സഞ്ചരിക്കുവാൻ ഏവർക്കും ഭയമാണിപ്പോൾ. ഒരു പ്രശ്നമുണ്ട്, ഇത് ഭയങ്കര സൗണ്ടാണ്. കാരണം ഈ സൗണ്ട് കൊണ്ട് ഇപ്പോൾ ആദ്യം ഇത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് ഭയങ്കര സൗണ്ട്. അതായത് ഇവർക്കും ഭയങ്കര ഡിസ്റ്റർബാണ്. ഞങ്ങൾ അപ്പുറത്തെ താമസിക്കുന്നത് പടിഞ്ഞാറ് സൈഡ്, നമുക്കും ഭയങ്കര ഡിസ്റ്റർബാണ്. അത് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര സൗണ്ടാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഞെട്ടി ഉണരുകയാണ് ചില സമയത്തൊക്കെ രാത്രി. അതായത് ഈ ട്രെയിലറൊക്കെ പോകത്തില്ലേ, ട്രെയിലറൊക്കെ ഭയങ്കര ഇതാകുന്നുണ്ട്. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗശേഷികൾ കണ്ടെത്തുവാനും അവയെ പരിപോഷിപ്പിക്കുവാനും ഏറെ പങ്കുവഹിക്കുന്ന ഒന്നാണ് കലോത്സവങ്ങളെന്ന് പി ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴ ഉപജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗശേഷികൾ കണ്ടെത്തുവാനും അവയെ പരിപോഷിപ്പിക്കുവാനും ഏറെ പങ്കുവഹിക്കുന്ന ഒന്നാണ് കലോത്സവങ്ങളെന്ന് പി ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴ ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലിയോ 13 HSS ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MK ശോഭന സ്വാഗതം പറഞ്ഞു. MR പ്രേം, അഡ്വക്കേറ്റ് റിഗു രാജു, MB ജീവ, സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഫാദർ ഫ്രാൻസിസ് കൊടിയനാട്, സിസ്റ്റർ ജെട്രൂഡ് മൈക്കിൾ, PJ യേശുദാസ്, TA അഷറഫ് കുഞ്ഞാശാൻ, സിസ്റ്റർ ഷൈനി തോമസ്, VV ആന്റണി, റാണി സോളമൻ, മാനുവൽ ജോസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നേരത്തെ കലോത്സവത്തിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച ബാൻഡ് സെറ്റ് മത്സരം, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായിട്ടുള്ള രചനാ മത്സരവും ക്വിസ് മത്സരവും നടത്തിയിരുന്നു. ഉദ്ഘാടന ദിവസം മോണോ ആക്ട്, ചെണ്ടമേളം അടക്കമുള്ള മത്സരങ്ങളാണ് നഗരത്തിന്റെ വിവിധ സ്കൂളുകളിലായി നടന്നത്. ആലപ്പുഴ ഉപജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്നായി 2737 വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഈ മാസം 7-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും അമ്പലപ്പുഴ MLA H. സലാം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയാകുമെന്നും അധികൃതർ പറഞ്ഞു. ജില്ലയിലെ മുതിർന്ന പൗരന്മാർക്കായി സുരക്ഷിത ബാങ്കിംഗ് ശീലങ്ങളെ സംബന്ധിച്ച് ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ M. അരുൺ പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 6-നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ജില്ലാ ലീഡ് ബാങ്ക്, പോലീസ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ
ജില്ലയിലെ മുതിർന്ന പൗരന്മാർക്കായി സുരക്ഷിത ബാങ്കിംഗ് ശീലങ്ങളെ പറ്റിയുള്ള അവബോധ ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ എം അരുൺ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളിലും നടത്തിവരുന്ന സുരക്ഷാ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് ഈയിടെ പത്രങ്ങളിൽ നിന്നും വരുന്ന അനുഭവങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് എത്തിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടുകൂടി ആലപ്പുഴയിലും ഈ വരുന്ന 6-ാം തീയതി ചുങ്കം കേരള കോയർ മിഷണറി ഹാളിൽ ഒരു ക്യാമ്പ് നടത്തുകയാണ്. ആലപ്പുഴയിലെ സീനിയർ സിറ്റിസൺസായ, സർവീസ് പെൻഷനേഴ്സായ എല്ലാ വ്യക്തികളെയും ഉദ്ദേശിച്ചുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നാട്ടിൽ കാണുന്ന ഈ സൈബർ ക്രൈമുകളിലെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ജനവിഭാഗങ്ങളാണ്. ഈ മാസം 6-ന് രാവിലെ 9:30 മുതൽ 1 മണി വരെ ആലപ്പുഴ ചുങ്കം കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡ് ഹാളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ജാഗ്രത എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പയിൻ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് ജനറൽ മാനേജർ സാബിത്ത് സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഏറ്റവും പുതിയ സൈബർ തട്ടിപ്പുകളുടെ പ്രവർത്തന രീതി എന്ന വിഷയത്തെ അധികരിച്ച് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് ടീം ആലപ്പുഴ സബ് ഇൻസ്പെക്ടർ PP ജയകുമാറും സുരക്ഷിത ഡിജിറ്റൽ ബാങ്കിംഗ് രീതികൾ എന്ന വിഷയത്തെ അധികരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ LDO VG മണികണ്ഠൻ എന്നിവരും ക്ലാസ് നയിക്കും. നബാർഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ മിനു അൻവർ, സൈബർ ക്രൈം സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ഏലിയാസ് ജോർജ്, ലീഡ് ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ N ലളിതാംബിക എന്നിവർ ക്യാമ്പയിനിൽ സംബന്ധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 80 72 67 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും M അരുൺ പറഞ്ഞു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കപ്പക്കട പത്തിൽപാലം മുതൽ ആറ്റുതീരം വരെയുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. 1.38 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം H സലാം MLA നിർവഹിച്ചു. കൊട്ടാരമോ ബൈപ്പാസ് ഉൾപ്പെടെ ആ ബൈപ്പാസിന്റെ എമൗണ്ട് മാത്രം 90 കോടി വരും. അതുൾപ്പെടെ ചെറുതും വലുതുമായ റോഡുകൾക്കായി ഇതുവരെ ചെലവാക്കിയ പൈസ 263 കോടി രൂപയാണ്. 263 കോടി. പാലങ്ങൾ നിർമ്മിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നിട്ടാണ് തോട്ടപ്പള്ളിയിൽ 4 തര പാലം ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് 38 കോടി വൈകിരുത്തി നിർമ്മാണം ആരംഭിച്ചു. ഇതിന് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ടി വന്നു. അതിന്റെ അപ്രോച്ച് റോഡിന്റെ ഡിസൈൻ മാറ്റേണ്ടി വന്നു. 60 കോടിയായി. അപ്പൊ ഈ ഗവൺമെന്റ് 22 കോടി കൂടി അധികം ചെലവഴിച്ചു. അപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് 38 കോടി, ഈ ഗവൺമെന്റ് 22 കോടി, രണ്ടും കൂടി ചേർത്ത് 60 കോടി, അല്പം കൂടി 60 കോടി, 73 ലക്ഷം, അത്രയും രൂപ മുടക്കിയായപ്പോൾ 4 തര പാലം പണിത്. അപ്പൊ വലിയ പാലങ്ങളും ചെറിയ പാലങ്ങളും കൂടി നോക്കിയാൽ നമ്മൾ ആകെ പാലങ്ങൾക്ക് വേണ്ടി ഈ 4 വർഷം ചെലവഴിക്കപ്പെട്ട പണം 270 കോടിയാണ്. ഇത് രണ്ടെണ്ണം മാത്രം കൂട്ടി നോക്കുക. പാലങ്ങൾക്ക് 270 കോടി, റോഡുകൾക്ക് 263 കോടി. ഇത്രയും വലിയ സംഖ്യ ഈ രണ്ട് കാര്യം, ഈ പാലം പണിതത്, ഈ റോഡുകൾ പണിതതെല്ലാം ഈ നിയോജക മണ്ഡലത്തിലെ 85 പഞ്ചായത്ത് വാർഡിലാണ്, 27 നഗരസഭാ വാർഡിലാണ്. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കപ്പക്കട പത്തിൽപാലം മുതൽ ആറ്റുതീരം വരെയുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. വാഹന ഗതാഗതമോ കാൽനടയാത്രയോ പോലും ദുഷ്കരമായ ഇവിടെ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നത് നാട്ടുകാരുടെ ദീർഘകാലമായ ആവശ്യമായിരുന്നു. തുടർന്ന് 1.38 കോടി രൂപ ചെലവിൽ 700 മീറ്റർ നീളത്തിലും 4.5 മീറ്റർ വീതിയിലുമാണ് റോഡ് പൂർത്തിയാക്കുന്നത്. H സലാം MLA റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, വൈസ് പ്രസിഡന്റ് AP സരിത, അംഗം കവിത പ്രസാദ്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ബിനുമോൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ R അശോക് കുമാർ, KP സത്യകീർത്തി, NP വിദ്യാനന്ദൻ, ശിവദാസ്, രതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിങ്ങോലി പഞ്ചായത്തിൽ മാത്രം 102 വീടുകൾ നിർമ്മിച്ചെന്ന് അധികൃതർ പറഞ്ഞു. 30 കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 102 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതായും 30 ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി നൽകിയതായും ചിങ്ങോലി പഞ്ചായത്ത് വികസന സദസ്സിൽ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മശ്രീ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. 13 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയതായും പട്ടികജാതി വിഭാഗത്തിന്റെ വീട് വാസയോഗ്യമാക്കൽ പദ്ധതി പ്രകാരം 57 കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭ്യമാക്കിയതായും സദസ്സിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി.
ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് എസ്റ്റേപ്പാട് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അശ്വതി തുളസി, പി ശോഭ, പഞ്ചായത്ത് അംഗങ്ങളായ നിബു, സരിത ജയപ്രകാശ്, പ്രമീഷ് പ്രഭാകരൻ, എം ബി ഇന്ദുലത, എ അൻസിയ, പഞ്ചായത്ത് സെക്രട്ടറി എസ് ജയശ്രീ, അസിസ്റ്റന്റ് സെക്രട്ടറി മിനി ശ്രീധർ, റിസോഴ്സ് പേഴ്സൺ യു റോണി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു 15 സെന്റ് സ്ഥലം ലൈഫ് മിഷനിലെ 4 പേർക്ക് വീട് വെക്കാനായിട്ട് നമ്മുടെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു 15 സെന്റ് സ്ഥലം ഒരു അഭ്യുദയകാംക്ഷി നമുക്ക് വിട്ടു തന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും ഒന്നും പൊതുജനങ്ങൾക്ക് പറയരുതെന്നുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കാര്യങ്ങളൊന്നും തന്നെ പറയാത്തത്. അദ്ദേഹം ആധാരം എഴുതി തന്നപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കാൻ കൂടി അദ്ദേഹം സമ്മതിച്ചില്ല. അപ്പോൾ അത് നമ്മൾ കമ്മിറ്റികളിൽ തീരുമാനം എടുത്തുകൊണ്ട് 4 പേർക്ക് 3 സെന്റ് സ്ഥലം വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ കളക്ട് ചെയ്ത് നമ്മുടെ ഒരു വലിയ നേട്ടം തന്നെയാണ്. നമ്മുടെ പഞ്ചായത്തിലുള്ള 4 ജനറൽ വിഭാഗത്തിൽപ്പെട്ട 4 പേർക്ക് നമുക്ക് വസ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. എച്ച് സലാം MLA ഓപ്പൺ ജിമ്മിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നല്ല മികവിലേക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. അത് കാലാവധി ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. എന്നാൽ പിന്നെ ചെയ്തത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഈ അവസാന ദിവസങ്ങളിലും പഞ്ചായത്തിന്റെ ഭരണസമിതി വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ സമയത്തും ഏതാനും ദിവസം കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കാം. അപ്പോൾ ഈ അവസാന സമയത്തും നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതികൾ എങ്ങനെ വേഗത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് ആ സമയത്ത് പോലും ചിന്തിക്കാനും ഒരല്പസമയം കൂടി ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള സമയം കൂടി ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്ക് പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. 3-ാം വാർഡിൽ അറവുകാട് ക്ഷേത്രത്തിന് തെക്കുവശം പഴയ നടക്കാവ് റോഡിന്റെ ഓരത്താണ് ഓപ്പൺ ജിം പ്രവർത്തന സജ്ജമാക്കിയത്. പ്രഭാത സവാരിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വ്യായാമത്തിന് ജിമ്മിലെ സൗകര്യം പ്രയോജനപ്പെടുത്തുവാനാകും. 5 ലക്ഷം രൂപ ചെലവിൽ സിഡ്കോയാണ് ഓപ്പൺ ജിം ഒരുക്കിയത്. എച്ച് സലാം MLA ജിമ്മിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ചടങ്ങിൽ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ NK ബിജുമോൻ, സുലഭ ഷാജി, അംഗം ഗീതാ ബാബു, CDS ചെയർപേഴ്സൺ കല അശോക്, R റെജിമോൻ, രഞ്ജു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗശേഷികൾ കണ്ടെത്തുവാനും അവയെ പരിപോഷിപ്പിക്കുവാനും ഏറെ പങ്കുവഹിക്കുന്ന ഒന്നാണ് കലോത്സവങ്ങളെന്ന് PP ചിത്തരഞ്ജൻ MLA. ജില്ലയിലെ മുതിർന്ന പൗരന്മാർക്കായി സുരക്ഷിത ബാങ്കിംഗ് ശീലങ്ങളെ സംബന്ധിച്ച് ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ M അരുൺ. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കപ്പക്കട പത്തിൽപ്പാലം മുതൽ ആറ്റുതീരം വരെയുള്ള റോഡിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.